വൈഭവ് സൂര്യവംശി മികച്ച പ്ലെയറാണ്. ചെറിയ പ്രായത്തിൽ തന്നെ അത്ഭുതങ്ങൾ സൃഷ്ടിച്ച ഒരു ബാറ്റ്സ്മാനാണ്. പക്ഷേ അദ്ദേഹം ഇൻ്റർനാഷണൽ ക്രിക്കറ്റിലേക്ക് വന്ന സമയത്ത് ആദ്യത്തെ സീരീസ് എഗെയിൻസ്റ്റ് ഇംഗ്ലണ്ടായിരുന്നു. അതിൽ അദ്ദേഹത്തിന് മികച്ചൊരു പെർഫോമൻസ് കാഴ്ചവെക്കാൻ വേണ്ടി സാധിച്ചില്ല. അദ്ദേഹത്തിൻ്റെ പൊട്ടൻഷ്യലിനനുസരിച്ചുള്ള ഒരു പെർഫോമൻസ് കാഴ്ചവെക്കാൻ വേണ്ടി സാധിച്ചിട്ടില്ല. പക്ഷേ തൊട്ടപ്പുറത്തെ സീരീസിൽ സിംബാബ്വേക്കെതിരെ അദ്ദേഹം മാൻ ഓഫ് ദ ടൂർണമെൻ്റ് ആയി. അപ്പോൾ എന്തായിരിക്കും അവിടെ അദ്ദേഹത്തിൻ്റെ കരിയറിൽ സംഭവിച്ചിട്ടുണ്ടാവുക? ഇത്രയും കാലം IPL പുള്ളി കളിച്ചുകൊണ്ടിരുന്നത് കൂടുതലായിട്ടും. ഇൻ്റർനാഷണൽ ക്രിക്കറ്റിലേക്ക് വന്ന സമയത്ത് അതിൻ്റെ കുറേ സമ്മർദ്ദങ്ങൾ, അതിൻ്റെ കുറേ സാഹചര്യങ്ങൾ ഒക്കെ അദ്ദേഹത്തിന് പൊരുത്തപ്പെടാൻ, യൂസ്ഡ് ആവാൻ കുറച്ച് ടൈം എടുത്തു. വൺസ് അദ്ദേഹം അത് യൂസ്ഡ് ആയതിനു ശേഷം അദ്ദേഹത്തിൻ്റെ ഉള്ളിലുള്ള ആ വീര്യം പുറത്തേക്ക് വരികയും മാൻ ഓഫ് ദ സീരീസ് ആവുകയും ചെയ്യാണ് ചെയ്തത്. അപ്പോൾ ഏതൊരു കാര്യത്തിലേക്ക് ഇറങ്ങുമ്പോഴും, ഏതൊരു പുതിയ കാര്യത്തിലേക്ക് ഇറങ്ങുമ്പോഴും നമ്മൾ എത്ര ടാലൻറ്റഡ് ആണെങ്കിലും നമുക്ക് ആ സാഹചര്യങ്ങളോട് അല്ലെങ്കിൽ ആ സാഹചര്യങ്ങളുടെ സമ്മർദ്ദത്തോട് പൊരുത്തപ്പെടാൻ, ഞാൻ കുറച്ചും കൂടി സ്പെസിഫിക് ആയിട്ടുള്ള വാക്ക് ഉപയോഗിക്കുകയാണെങ്കിൽ യൂസ്ഡ് ആവാൻ നമുക്ക് കുറച്ച് ടൈം എടുക്കും. അതിന് നമ്മൾ പ്രാക്ടീസിലൂടെ മാത്രമേ നടക്കുള്ളൂ. ഞാനിവിടെ വന്ന് പറഞ്ഞിരിക്കുന്നത് നിങ്ങളുടെ കാര്യത്തിലും അങ്ങനെ തന്നെയാണ്. ഇതിപ്പോൾ ക്രിക്കറ്റിനൊരു എക്സാമ്പിൾ പറഞ്ഞെങ്കിലും നിങ്ങളുടെ കാര്യത്തിലും അങ്ങനെ തന്നെയാണ്. നിങ്ങളുടെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ നീറ്റ് അല്ലെങ്കിൽ JEE പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുന്ന 2027 ഈ പറഞ്ഞ കോമ്പറ്റീറ്റീവ് എക്സാം എഴുതാൻ ആഗ്രഹിക്കുന്ന കുട്ടികളാണ്. അപ്പോൾ നിങ്ങൾക്ക് എത്ര അറിവുണ്ടെങ്കിലും, നിങ്ങൾക്ക് എത്ര സ്കില്ലുണ്ടെങ്കിലും, നിങ്ങൾക്ക് എത്ര പ്രോബ്ലം സോൾവിങ് സ്കില്ലുണ്ടെങ്കിലും, അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് എത്ര കണ്ടന്റ് ഉണ്ടെങ്കിലും നമുക്കത് എക്സാമിനേഷൻ പേപ്പറിലേക്ക് അല്ലെങ്കിൽ എക്സാമിന് അത് പ്രൊഡ്യൂസ് ചെയ്യണമെങ്കിൽ നിങ്ങൾ അതിനു മുമ്പ് തന്നെ അവിടെ യൂസ്ഡ് ആയിരിക്കണം. എക്സാമിനേഷൻ എഴുതി യൂസ്ഡ് ആയിരിക്കണം. വൺസ് അഗൈൻ റിപ്പീറ്റ്, എക്സാമിനേഷൻ എഴുതി നിങ്ങൾ യൂസ്ഡ് ആയിരിക്കണം. അല്ലാത്ത പക്ഷം ഈ എക്സാമിനേഷൻ ഹാളിലും നമ്മൾ പറഞ്ഞ പോലെ തന്നെ നമ്മൾ വിചാരിക്കാത്ത രീതിയിലെ പല സമ്മർദ്ദങ്ങളും നമുക്ക് വരാൻ സാധ്യതയുണ്ട്. അതിലൂടെയൊക്കെ നമ്മൾ എന്താക്കണം, ഇപ്പോഴേ പൊരുത്തപ്പെടണം, നമ്മൾ ഇപ്പോഴേ യൂസ്ഡ് ആയിരിക്കണം. ഞാൻ പറഞ്ഞു വരുന്നത് LM സീരീസിനെ കുറിച്ചാണ്. നിങ്ങൾക്ക് LM സീരീസ് ഫ്യൂച്ചർ പ്രൊവൈഡ് ചെയ്യുന്നത് നിങ്ങൾ ഇതേപോലെ തന്നെ നീറ്റ് JEE എക്സാക്റ്റ് മോഡൽ എഴുതി യൂസ്ഡ് ആവാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അതിൻ്റെതായ സീരിയസ്നെസ് തന്നെ നിങ്ങൾ LM സീരീസിന് വരിക. സാധാരണ ഒരു മോക്ക് ടെസ്റ്റ് എഴുതുന്ന സീരിയസ്നെസ് അല്ല അതിന് കൊടുക്കേണ്ടത്. ആക്ച്വൽ JEE അല്ലെങ്കിൽ നീറ്റ് എഴുതുന്ന അതേ ലാഘവത്തോടെയാണ് നിങ്ങൾ വരേണ്ടത്. ഒന്നും കൂടി പറയാണ്, ഫ്യൂച്ചറിലെ കുട്ടികൾക്ക് മാത്രമല്ല, ഫ്യൂച്ചറിലെ പുറത്തുള്ള കുട്ടികൾക്കും ഈ എക്സാം എഴുതാൻ വേണ്ടി പറ്റുമെന്ന് ഞങ്ങൾ ഓൾറെഡി നിങ്ങളുടെ മുമ്പിൽ അനൗൺസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നീറ്റ് JEEയിൽ അതേ പാറ്റേണിൽ തന്നെ എക്സാം നടക്കുന്നത്, അതേ നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് ആയിരിക്കും. അതോടൊപ്പം തന്നെ അതേ ലെവലിലെ ടഫ്നെസ്സും കാര്യങ്ങളൊക്കെ ആയിരിക്കും. നിങ്ങൾ വരേണ്ടതും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ആ ഒരു രീതിയിൽ തന്നെ വരണം. അതായത് ചുമ്മാ കയ്യും വീശി വരാതെ കണ്ട് നമ്മൾ വരുമ്പോൾ എക്സാമിന് എങ്ങനെ പോവാ, നമ്മൾ പോവാ ഒരു ID കാർഡൊക്കെ നമ്മുടെ കയ്യിലുണ്ടാവും, ശരിയല്ലേ? വെള്ളം കുടിക്കണം എന്ന് ആഗ്രഹമുള്ളവർക്ക് ഒരു ട്രാൻസ്പാരന്റ് വാട്ടർ ബോട്ടിൽ എടുക്കണം, അല്ലേ? ഉപയോഗിക്കുന്ന പെൻ എന്തായിരിക്കണം? ട്രാൻസ്പാരന്റ് ആയിട്ടുള്ള പെന്നായിരിക്കണം. അതോടൊപ്പം തന്നെ നമുക്ക് തോന്നിയ പോലെ ഡ്രസ്സ് ഒന്നിട്ട് പോകാൻ വേണ്ടി പറ്റല്ലോ. അതിന് വ്യക്തമായ ഒരു ഡ്രസ് കോഡും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ LM സീരീസ് അടുത്ത് വന്നു. അപ്പോൾ നിങ്ങൾക്ക് നമ്മൾ ഈ പറഞ്ഞ പോലെ തന്നെ എക്സാക്റ്റ് ഡ്രസ് കോഡൊക്കെ സംഘടിപ്പിക്കാൻ ചിലപ്പോൾ ടൈം എടുത്തേക്കാം. ഈ ഒരു LM സീരീസിൽ നിങ്ങൾ സിമ്പിൾ ആയിട്ടുള്ള ഡ്രസ്സ് ഇടുക. സിമ്പിൾ എന്ന് പറഞ്ഞാൽ ഒരുപാട് വർക്കൊന്നും ഇല്ലാത്ത ഒരുപാട് ഡിസൈൻ ഒന്നും ഇല്ലാത്ത സിമ്പിൾ ഡ്രസ്സ് ഇട്ടിട്ട് വരിക. അടുത്ത LM സീരീസ് ആകുമ്പോഴത്തേക്ക് നമുക്ക് എക്സാക്റ്റ് ഡ്രസ് കോഡ് തന്നെ പ്രാക്ടീസ് ചെയ്യാം. അപ്പോൾ ആ ഒരു സീരിയസ്നെസ്സോട് കൂടി തന്നെ നിങ്ങൾ എന്ത് ചെയ്യണം? ഈ പറഞ്ഞ എക്സാമിന് വരണം. അതോടൊപ്പം തന്നെ ഓരോ മോക്ക് ടെസ്റ്റുകളും മുൻ വീഡിയോയിൽ, ഞങ്ങളുടെ മുൻ ചാനലിൽ വന്ന മുൻ വീഡിയോകളിൽ പറഞ്ഞ പോലെ ഓരോ മോക്ക് ടെസ്റ്റുകളും നിങ്ങളുടെ സ്ട്രാറ്റജി ബിൽഡ് ചെയ്യാനുള്ള അവസരമാണ്. ആ അവസരമായിട്ട് തന്നെ നിങ്ങൾ കാണുകയും വേണം. ഇനി ഒന്നും കൂടി ഞാൻ ഓർമ്മിപ്പിക്കുകയാണ്, പ്രത്യേകിച്ച് ഫ്യൂച്ചറിൻ്റെ പുറത്തുള്ള കുട്ടികളോട്. ഇതൊരു ഓൾ കേരള ലെവൽ എക്സാം ആയതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ പൊസിഷൻ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു അവസരം കൂടിയാണിത്. നമ്മുടെ മുൻ വീഡിയോസിലൊക്കെ പറഞ്ഞ പോലെ തന്നെ എക്സാമിനേഷൻ ഹോൾ സ്ട്രാറ്റജി ബിൽഡ് ചെയ്യാനുള്ള ഒരവസരമാണ് ഇതൊക്കെ. അപ്പോൾ അത് കൃത്യമായിട്ട് നിങ്ങൾ യൂട്ടിലൈസ് ചെയ്യുക. ചാപ്റ്റേഴ്സ് ഏതൊക്കെയാണ് ഞങ്ങൾ ഓൾറെഡി പറഞ്ഞാണ്, ഒന്നും കൂടി പറയാം. ആദ്യം നീറ്റിൻ്റെ ആണ് പറയുന്നത്. ഫിസിക്സ് എന്നുള്ളത് യൂണിറ്റ് ആൻഡ് മെഷർമെൻറ്റ്, അതോടൊപ്പം തന്നെ കെമിസ്ട്രിയിൽ നിന്നും സം ബേസിക് കോൺസെപ്റ്റ്, ബയോളജിയിൽ നിന്നും ബയോളജിക്കൽ ക്ലാസിഫിക്കേഷൻ, ലിവിങ് വേൾഡ് എന്ന 2 ചാപ്റ്റേഴ്സാണുള്ളത്.
ഇനി നമ്മുടെ ജയിലേക്ക് കിടക്കുകയാണെങ്കിൽ യൂണിറ്റ് മെഷർമെന്റ്, സം ബേസിക് കോൺസെപ്റ്റ് ഓഫ് കെമിസ്ട്രി, അതേപോലെ മെട്രിസസ് ആൻഡ് ഡിറ്റർമിനൻസ്. ഇത്രയും ചാപ്റ്റേഴ്സാണ് നിങ്ങളുടെ എക്സാമിന് ഉണ്ടാവുക. പിന്നെ ഇനി സെൻറ്റേഴ്സ് ഏതൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കോഴിക്കോട്, തൃശ്ശൂർ, കൊച്ചി, കൊല്ലം, തിരുവനന്തപുരത്തുള്ള ഫ്യൂച്ചറിൻ്റെ ഹൈബ്രിഡ് ക്യാമ്പസുകളിലും, കോഴിക്കോട് മാങ്കാവ്, തൃശ്ശൂർ തൃപ്രയാർ, തിരുവനന്തപുരം ആറ്റിങ്ങൽ ഉള്ള ശ്രീഗോകുലം പബ്ലിക് സ്കൂളുകളിലുമാണ് എക്സാം നടക്കുന്നത്. സോ ഗൈസ്, ഈ അവസരം നല്ല വ്യക്തമായി ഉപയോഗിക്കുക. നല്ല അടിപൊളിയായി പ്രിപ്പയർ ചെയ്ത് ഞാൻ ആദ്യമേ പറഞ്ഞ പോലെ തന്നെ ആക്ച്വൽ JEE അല്ലെങ്കിൽ നീറ്റ് എങ്ങനെയാണോ എഴുതാൻ വേണ്ടി പോകുന്നത് അതേ ഒരു സീരിയസ്നെസ്സോടു കൂടി വരിക. നല്ല ഉഷാറായിട്ട് എക്സാംസ് എഴുതുക. ഇനിയും രജിസ്റ്റർ ചെയ്യാൻ ബാക്കിയുള്ള കുട്ടികളുണ്ടെങ്കിൽ ഉടനെ ഈ കാണുന്ന QR കോഡ് സ്കാൻ ചെയ്യുക, രജിസ്റ്റർ ചെയ്യുക. നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ സംശയം ഉണ്ടെങ്കിൽ നമ്മൾ ഈ കാണുന്ന നമ്പറിലേക്ക് വിളിച്ചാൽ മതി. നിങ്ങളുടെ സംശയങ്ങളൊക്കെ ഞങ്ങൾ തീർത്തരുന്നതായിരിക്കും. പിന്നെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമുക്ക് എക്സാമിനേഷൻ എഴുതി പ്രാക്ടീസ് ചെയ്യണം. എക്സാമിനേഷൻ ഹോളിൽ നമുക്ക് പല സമ്മർദ്ദങ്ങളും ഫേസ് ചെയ്യാനുണ്ട്. അതൊക്കെ ഫേസ് ചെയ്ത് നമ്മൾ യൂസ്ഡായി മാറണം. എക്സാമിനേഷന് നമുക്ക് സ്ട്രാറ്റജി ബിൽഡ് ചെയ്യാനുണ്ട്. അതൊരുപാട് പ്രാക്ടീസിലൂടെ മാത്രമേ നമുക്ക് ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ. അല്ലാതെ ഫൈനൽ JEE നീറ്റ് എക്സാമിന് പോയിട്ട് അവിടെ പോയിട്ട് ബിൽഡ് ചെയ്യാൻ വേണ്ടി പറ്റൂല. അപ്പോൾ അത് നമ്മൾ ഇപ്പോൾ തന്നെ എന്താക്കണം, പ്രാക്ടീസ് ചെയ്തിട്ട് സെറ്റാക്കി വെക്കണം, സ്ട്രാറ്റജി സെറ്റാക്കി വെക്കണം. അതിനുള്ള ആദ്യ അവസരമായിട്ടാണ് ഞങ്ങൾ ഈ ലെവൽ മാർക്കർ ടെസ്റ്റ് സീരീസ് നിങ്ങൾക്ക് തരുന്നത്. സോ ഇത് കൃത്യമായിട്ട് നിങ്ങൾ യൂട്ടിലൈസ് ചെയ്യുക, എക്സാം നല്ല ഭംഗിയായിട്ട് എഴുതുക. ഞങ്ങളുടെ ആഗ്രഹം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അടുത്ത വർഷത്തെ JEE അല്ലെങ്കിൽ നീറ്റ് വരുന്ന സമയത്ത് നിങ്ങൾ വെറും സ്കൂളിലെ ഒരു ക്ലാസ് ടെസ്റ്റ് എഴുതുന്ന ലാഘവത്തോടു കൂടി പോകണം. അത്രയും കുറഞ്ഞ സ്ട്രെസ്സിൽ നിങ്ങൾ എക്സാം എഴുതാൻ വേണ്ടി പോകണം. അപ്പോൾ അതിനാണ് ഞങ്ങൾ ഈ പ്രാക്ടീസിങ് ഇപ്പോൾ എന്ത് ചെയ്യുന്നത് നിങ്ങൾക്ക് വേണ്ടി സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ എല്ലാവരും ഉഷാറായിട്ട് ഈ അവസരം ഉപയോഗിച്ച് എക്സാം എഴുതി. ഈ എക്സാമിനേഷൻ ഹോളിൽ നമുക്ക് എന്തൊക്കെ പ്രശ്നങ്ങൾ പറ്റിയിട്ടുണ്ട്, അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ മിസ്റ്റേക്കുകൾ നമുക്ക് പറ്റിയിട്ടുണ്ട്, അതൊക്കെ നോട്ട് ചെയ്യാം. അതോടൊപ്പം തന്നെ അത് അനലൈസ് ചെയ്യുക. അടുത്ത ലെവൽ മാർക്കർ ടെസ്റ്റ് സീരീസ് വരുന്ന സമയത്ത് ഈ പറഞ്ഞ പ്രശ്നങ്ങളൊക്കെ പരിഹരിച്ച് മുന്നോട്ട് പോയിട്ട് എന്താക്കുക, അടുത്ത എക്സാമിലേക്ക് നിങ്ങൾ എഴുതണം. അപ്പം അങ്ങനെ അടുത്ത എക്സാം എഴുതുമ്പോൾ ചിലപ്പോൾ നിങ്ങൾ പുതിയ മറ്റ് പ്രശ്നങ്ങളും ഫേസ് ചെയ്യാൻ സാധ്യതയുണ്ട്. അപ്പോൾ അത് അതിനപ്പുറത്തേക്ക് ക്ലിയർ ചെയ്യുക. അങ്ങനെ ക്ലിയർ ചെയ്ത് നമുക്ക് 0 പ്രശ്നങ്ങളുമായിട്ട് വേണം ആക്ച്വൽ JEE പോകാൻ വേണ്ടിയിട്ട്. സോ അതിനുള്ള ഒരു ബെസ്റ്റ് തുടക്കമാവട്ടെ ഇത്.